നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ PicsArt ആണ്. ഇതിൽ എഫക്ട്സ് സെലക്ട് ചെയ്യാം. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള എഫക്ട്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പിക്ചറിനനുസരിച്ച് സെലക്ട് ചെയ്യുക, ഫേഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ യൂസ് ചെയ്യുക. സ്റ്റിക്കർ ഐക്കൺ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് സെർച്ച് ചെയ്യേണ്ട ലൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക. കുറേ റിസൾട്ട് വരും. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു പിക്ചറിന് ഫേവറബിൾ ആയിട്ട് ഒരു പിങ്ക് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് താഴെയാണ്, നമ്മൾ സെലക്ട് ചെയ്യും. വേറെയും കുറേ ലൈറ്റുകളുണ്ട്. അത് നിങ്ങളുടെ പിക്ചറിനനുസരിച്ച് ലൈറ്റ് സെലക്ട് ചെയ്യുക. ആ പിങ്ക് ലൈറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഓവർലേ സെലക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കറക്റ്റ് കിട്ടും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ സാച്ചുറേഷൻ ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ആ സ്റ്റിക്കർ ടാപ്പ് ചെയ്ത് ടോപ്പ് സൈഡിലെ ഒരു ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റിന് ഓപ്ഷൻ എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ 2 ഐക്കണും കൂടെ ആകുമ്പോൾ ഒരു സാച്ചുറേഷനും ഒന്നും കൂടെ കൂടുതലായിട്ട് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇൻസ്റ്റാ ലൈക്ക് സെർച്ച് ചെയ്യുക. ഈ ഒരു ഐക്കൺ കിട്ടും സ്റ്റിക്കർ. നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ കൂട്ടാനായിട്ട് എഫക്ട്സ് പോവുക. അത് കളേഴ്സ് എന്നുള്ളൊരു സെക്ഷനിൽ പോയിട്ട് DTN1 പറയുന്ന ഒരു ഫിൽറ്ററാണ്. അതിൽ ഹാർഡ് ലൈറ്റ് എടുക്കുക. ഒന്നും കൂടെ സാച്ചുറേഷൻ കൂട്ടി കിട്ടാനായിട്ടുള്ള ഇതാണ്. അത് കറക്റ്റ് പ്ലേസ് ചെയ്താണ്. ഇനി ബ്ലെൻഡ് ഓപ്ഷനിൽ പോവുക. ജസ്റ്റ് ലാസ്റ്റത്തെ ആ ഒരു ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അതിനുശേഷം ജസ്റ്റ് നമ്മൾ ലൈറ്റ് റൂമിലിട്ടൊന്ന് റീടച്ച് ചെയ്തെടുക്കുക. ഇതേ രീതി വേറെ ഡിഫറെൻ്റ് ഐക്കൺസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.